വിശദമായ വാർത്തയിലേക്ക്. ഹരിപ്പാട് പോലീസ് നിയമന തട്ടിപ്പ് കേസ് അന്വേഷിച്ച സംഘം അട്ടിമറിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താതെ ശരണ്യ എന്ന പെൺകുട്ടിയെ മാത്രം പ്രതിയാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയും സംഘം അന്വേഷിച്ചില്ല. 2015 നവംബറിലാണ് ശരണ്യ പോലീസ് പിടിയിലാകുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും സീലും ഉപയോഗിച്ച് പോലീസ് നിയമനം നടത്താൻ പലരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. തട്ടിപ്പിന്റെ കഥകൾ പീപ്പിൾ TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ശരണ്യയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കായംകുളം സ്റ്റേഷനിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും പിന്നീട് ശരണ്യയെ ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും കുറിച്ചുള്ള പങ്ക് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇവരെ ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള തെളിവുകൾ ആഭ്യന്തരമന്ത്രി നശിപ്പിച്ചുവെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായ കേസ് അന്വേഷിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇത്രയധികം ഗൗരവകരമായ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് 1.5 മാസം മുൻപ് ഹരിപ്പാട് കോടതിയിൽ കുറ്റപത്രം നൽകി. ശരണ്യയും മറ്റ് 4 പേരെയും പ്രതിയാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ശരണ്യ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴി ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ രേഖകൾ കോടതി നൽകിയില്ല എന്നും പോലീസ് പറയുന്നു. ഇത്രയധികം ഗുരുതരമായ കേസിൻ്റെ അന്വേഷണം നടന്നിട്ടും ആഭ്യന്തരമന്ത്രിയെ ഒഴിവാക്കി കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചു എന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. RSP നേതാവും മുൻ മന്ത്രിയുമായ VP രാമകൃഷ്ണപിള്ള അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജീവൻ ചേർന്നു. ജീവൻ എപ്പോഴായിരുന്നു? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി. ധന്യ, 1 മണിക്കൂർ മുമ്പായിരുന്നു മുതിർന്ന RSP നേതാവായ VP രാമകൃഷ്ണപിള്ള അന്തരിച്ചത്. നീണ്ട 15 വർഷത്തിലേറെ അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഓർമ്മക്കുറവ് മൂലം അസുഖം മൂർച്ഛിച്ചതിനാൽ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. 83 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. വളരെ സീനിയറായ RSPയുടെ സീനിയർ നേതാവാണ് VP രാമകൃഷ്ണപിള്ള. സംസ്ഥാന മന്ത്രിയായി അദ്ദേഹം ഒരു ടൈം പ്രവർത്തിച്ചിട്ടുണ്ട്. 2 ടൈം അദ്ദേഹം MLA ആയിരുന്നു. പാർട്ടി RSPയുടെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണ് VP രാമകൃഷ്ണപിള്ള. കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് RSP നേതാവായി മാറി. നിരവധി ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിയായിരുന്നു. 2001 അദ്ദേഹം ചവറയിൽ നിന്നും RSPയുടെ നേതാവായ RSP ബിയുടെ നേതാവായ ടിപ്പു ബേബി ജോണിനോട് പരാജയപ്പെട്ടു. തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. 2008 നടന്ന പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ നിലവിലത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന TJ ചന്ദ്രചൂഡനെ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരാജയപ്പെടുത്തി. തുടർന്ന് VP രാമകൃഷ്ണപിള്ള സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. അനിൽ, അജയൻ, അജിത്, ജയന്തി. മക്കളെല്ലാവരും മരണം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ ദീർഘമായ അനുഭവ പരിജ്ഞാനമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ പൊതുദർശനം നാളെ രാവിലെ 9 മണിക്ക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ, പേട്ടയിലെ RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെക്കും. തുടർന്ന് 11 മണിയോടുകൂടി മൃതദേഹം കൊല്ലത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അദ്ദേഹത്തിന്റെ തറവാട് വീടായ അഷ്ടമുടിയിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും LDF കൺവീനർ വൈക്കം വിഷ്ണുവും ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സന്ദർശിച്ചു. സ്റ്റീവൻ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണനെതിരെ കേസെടുത്തു. തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ 4-ാം തീയതി വൈകിട്ടാണ് ആരോപണ വിധേയനായ വടക്കാഞ്ചേരി പീഡന കേസിൽ ആരോപണ വിധേയനായ നഗരസഭാ കൗൺസിലർ ജയന്തൻ അടക്കമുള്ളവരെ അവർക്കെതിരായ പാർട്ടി നടപടി മാധ്യമങ്ങളോട് വിവരിക്കുന്നതിനിടെ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്ന രീതിയിൽ DGPക്കും തൃശൂർ ഈസ്റ്റ് പോലീസിനും കമ്മീഷണർക്കും അടക്കം പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം
ഇന്ദ്രജിത്ത് അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടന്നു വരികയായിരുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലതാമസം ഉണ്ടായ സാഹചര്യത്തിലാണ് DGPക്ക് ലഭിച്ച നേരിട്ടുള്ള പരാതിയെ തുടർന്ന് കേസെടുക്കാൻ നേരിട്ട് DGP ലോക്നാഥ് ബെഹ്റ തൃശൂർ ഈസ്റ്റ് പോലീസിന് നിർദ്ദേശം നൽകിയത്. തുടർന്നാണ് ഇത്തരത്തിൽ IPC 228A വകുപ്പ് പ്രകാരം ബലാത്സംഗത്തിന് അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്ന ശിക്ഷ നടപടി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം DGPയുടെ ഓഫീസിൽ നിന്ന് തൃശൂർ ഈസ്റ്റ് പോലീസിന് ലഭ്യമായത്. തുടർന്ന് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വകുപ്പ് പ്രകാരം സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം എടുക്കാവുന്ന തരത്തിലുള്ള വകുപ്പാണ്. ഏതായാലും അടുത്ത ദിവസം ഇത് സംബന്ധിച്ച അറിയിപ്പ് K. രാധാകൃഷ്ണന് കൈമാറുമെന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരം. ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി സംഭവത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് ശരിയായില്ലെന്ന് കോടിയേരി. യെച്ചൂരി പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാടെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഭരണമാണ് കേരളത്തിലേതെന്നും എല്ലാ ആരോപണങ്ങളും നിയമാനുസൃതമായി പരിശോധിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന സീതാറാം യെച്ചൂരിയുടെ അതേ അഭിപ്രായം തന്നെയാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കേരള പത്രപ്രവർത്തക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മീറ്റ് ദ പ്രസിലാണ് കോടിയേരി നിലപാട് വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. അത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വക്കീൽ നോട്ടീസോ നിയമ നടപടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ നിയമ നടപടികൾ എന്താണ് നടക്കുന്നുള്ളത് നോക്കി തീരുമാനിക്കാം. അപ്പോൾ പറഞ്ഞ് രാധാകൃഷ്ണൻ എന്തോ കുഴപ്പം കാണിച്ചു എന്നുള്ള മട്ടിലാണ്. പാർട്ടിയെ നോക്കാതെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ഭരണക്രമം കേരളത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് ഇത്തരം ആക്ഷേപങ്ങളുടെ ഫലമായി ഭരണരംഗത്ത് വന്ന മാറ്റം വളരെ പ്രകടമായിരിക്കുകയാണ്. CPIM നേതാവ് സക്കീർ ഹുസൈനെതിരായ പരാതി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. തെറ്റ് ചെയ്യുന്ന ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല. പാർട്ടി ഒരു അധികാര കേന്ദ്രമല്ലെന്ന് പ്രവർത്തകർ മനസ്സിലാക്കണം. സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ പ്രവർത്തകർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കോടിയേരി പറഞ്ഞു. ആരോപിക്കപ്പെടുന്ന സംഭവം UDF സർക്കാരിന്റെ കാലത്തുണ്ടായതാണ്. അന്ന് പരാതി കൊടുക്കാതെ 1.5 വർഷത്തിനു ശേഷം പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന് കോടതികൾക്കുള്ളിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. അഭിഭാഷകനും മാധ്യമപ്രവർത്തകരുമായുള്ള സംഘർഷം അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതോ ഗൂഢകേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ മിഡ്നൈറ്റ് വോട്ടെടുപ്പിൽ ആദ്യ ഫലസൂചനകൾ ഹിലരി ക്ലിന്റൺ അനുകൂലം. നിർണായക സ്റ്റേറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ജോസ് കടാപ്പുറം ചേരുന്നു. ജോസ്, അമേരിക്കൻ ജനത വോട്ട് രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുകയാണ്. പുറത്തുവരുന്ന ആദ്യ സൂചനകളിൽ മുൻതൂക്കം ആർക്കാണ്? ഹിലരിക്കാണോ? അത് തന്നെയാ. വോട്ട് 2 മണിക്കൂറിന് മുമ്പ് ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടിങ്ങില് ആൾക്കാർ വളരെ കൂടുതലായി എത്തുന്നുണ്ട്, പതിവിൽ കൂടുതലായി. ഏറ്റവും വലിയ രസം അമേരിക്കയിൽ ആകമാനമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ ശക്തമായിരിക്കുകയാണ്. ജനങ്ങളോട് പ്രത്യേകം നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റി തന്നെ ഏതാണ്ട് 5000-ഓളം പോലീസ് ഓഫീസേഴ്സ് വിവിധ ഭാഗങ്ങളിലായി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ പോലീസ് എല്ലാ സിറ്റിസൺസിനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് കണ്ടാലും അപ്പൊ തന്നെ വിവരം അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും വളരെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ വോട്ടിംഗ് രംഗത്ത് വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഏറ്റവും അവസാനം വന്ന അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് മാസച്യൂട്ട്സ് ലോവൽ ആൻഡ് ODC ആണ്. അവരുടെ അഭിപ്രായ വോട്ടെടുപ്പ് വളരെ പ്രത്യേകത ഉള്ളതാണ്. ഹില്ലരി ക്ലിന്റണോ ഡൊണാൾഡ് ട്രംപോ വോട്ട് ചെയ്യുന്നതിലും ഭേദം ഒരു ഉൽക്ക വന്നിടിച്ച് ഭൂമി തകരുന്നതെന്നായിരുന്നു 18-നും 35-നും മധ്യേ പ്രായമുള്ള 23% പേർ വോട്ടെടുപ്പിൽ വ്യക്തമാക്കിയത്. ഏതാണ്ട് 1247 പേർ പങ്കെടുത്ത പ്രസ്തുത വോട്ടെടുപ്പിൽ ഒബാമ ആജീവാനന്ദ പ്രസിഡന്റ് ആകുന്നതിനെ 39% പേർ അനുകൂലിച്ചു. ഒരർത്ഥത്തിൽ ഒരു പാർട്ടിയോടും അമിത അഭിനിവേശമോ വിധേയത്വമോ ഇല്ലാത്ത എല്ലാവരും തന്നെ ഈ അഭിപ്രായങ്ങളോട് യോജിക്കുന്നവരാണ്. പ്രസിഡന്റ് പദം അലങ്കരിക്കാനുള്ള യോഗ്യത 2 സ്ഥാനാർത്ഥികളും ആർജിച്ചില്ലെന്നാണ് സർവേയിൽ വ്യക്തമായത്. പിന്നെ പാമ്പായാലും പഴയത് തന്നെ നല്ലതെന്ന് പറഞ്ഞതുപോലെ അവസാന നിമിഷം ഹിലരിക്ക് അനുകൂലമായി മാറുകയാണ്
സർവേകളെല്ലാം. കാരണം ട്രംപ് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. എന്തായാലും ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും രാജ്യം മൊത്തത്തിൽ ഇതുപോലെ പിരിമുറുക്കം അനുഭവിച്ചിട്ടില്ല. വിദ്യാഭ്യാസം കുറഞ്ഞ ചെറുകിട ജോലികൾ ചെയ്യുന്ന വെള്ളക്കാർ തങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം കുടിയേറ്റക്കാരാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ, വെള്ളക്കാർ തങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു. അങ്ങനെ അവര് ട്രംപിന് അനുകൂലമായി ഒരു സമയത്ത് തിരിഞ്ഞിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് വോട്ടിങ്ങിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഒരു പോപ്പുലർ വോട്ടിങ്ങിന്റെ റിസൾട്ട് വരാൻ പോകുന്നത്. ഹിലരി ആണെങ്കിലോ സ്വയം വരുത്തിവെച്ച് വിവാദത്തിന്റെ ഇരയായി മാറി. മാധ്യമങ്ങളുടെ മൊത്തം പിന്തുണ നേടിയിട്ടും അവരുടെ മാർജിൻ വലിയ തോതിൽ ഉയർന്നില്ല എന്നുള്ളത് വലിയ ഒരു ഫലമായി ഈ സർവേയിൽ കാണുന്നു. അത് പിന്നെ FBI അന്വേഷണ നീക്കം വീണ്ടും പ്രശ്നമായി. എന്നാലും ഇലക്ഷന് തൊട്ട് നാൾ മുമ്പ് ഹിലരിക്ക് FBI ക്ലീൻ ചീറ്റ് നൽകിയത് സമാധാനമായി. ഇന്നലെ നടന്ന പോളുകളിൽ ഹിലരിക്ക് ചെറിയ മുൻതൂക്കം ഉണ്ടെന്നുള്ള റിപ്പോർട്ട് ആണ് നമുക്ക് കിട്ടിയത്, ഒരു 4% വ്യത്യാസം. എന്നാൽ നിർണായകമായ ചില സ്റ്റേറ്റുകളിൽ ടൈ ആയ ഒരു സ്ഥിതിയുണ്ട്. ഇന്ന് രാത്രി വോട്ട് എണ്ണുമ്പോൾ, അതായത് ന്യൂയോർക്ക് സമയം ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ നമ്മൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ അവിടെ ബുധനാഴ്ച രാവിലെ 7:30 ആ സമയത്ത് ഈ ലീഡ്, ഇപ്പോൾ ഈ സർവേയിൽ കിട്ടിയ ലീഡ് നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം. ഇലക്ട്രൽ കോളേജിൽ 270 വോട്ട് കിട്ടിയാലേ ജയിക്കാനാവൂ. ജനകീയ വോട്ട് കൂടുതൽ കിട്ടിയത് കൊണ്ട് മാത്രം ഇലക്ട്രൽ കോളേജിൽ ഭൂരിപക്ഷം കിട്ടണമെന്നില്ല. ഹിലരിക്ക് 203 ട്രംപിന് 163 വോട്ടുകളാണ് ഇലക്ട്രൽ കോളേജുകളിൽ ഇപ്പോഴുള്ളത്. അവശേഷിക്കുന്ന 172 വോട്ട് എങ്ങോട്ട് ചായുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇവരുടെ വോട്ട് ഏതെന്ന് മനസ്സിലാവുക. താങ്ക് യു ധനിയ. അമേരിക്കൻ ജനത വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി. ആദ്യ വിജയം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഹിലറി ക്ലിന്റണിന് സ്വന്തമാണെന്ന സൂചനകൾ വരുന്നു. ജോസ് കടാപ്പുറമാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. വാർത്തകളിലേക്ക്. CITU സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ KN ഗോപിനാഥിന് വെട്ടേറ്റു. പാലാരിവട്ടത്ത് യൂബർ ടാക്സിക്കെതിരെ ടാക്സി തൊഴിലാളികൾ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. വടകര സ്വദേശി ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റ ഗോപിനാഥിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഉച്ചയ്ക്ക് 12:30 പാലാരിവട്ടം ജംഗ്ഷനിലാണ് സംഭവം. ഓൺലൈൻ ടാക്സികൾക്കെതിരെ CITU നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം മുത്തൂറ്റ് സമരവേദിയിലേക്ക് പോകവെയായിരുന്നു അക്രമം. പിന്നിൽ നിന്നെത്തി കഴുത്തിന് വടിവാളിന് വെട്ടുകയായിരുന്നു. ഒരുത്തൻ കാറിൽ വന്നിറങ്ങിയിട്ടാണ് കഴുത്തിനിട്ട് കത്തി കൊണ്ട് ഇവിടെ കുത്തിയേക്കണത്. ശരിക്കും ഞാൻ ആളെ കണ്ടിട്ടില്ല. ഞാൻ ഒച്ച കേട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേനും ഇവൻ ഓടിക്കളഞ്ഞു, കുത്തിയാൾ ഓടിക്കളഞ്ഞു. ഈ കുത്തിയപ്പോഴത്തേനും ഈ ഗോപിനാഥ് സഖാവ് കത്തിക്ക് കയറി പിടിച്ചു. നാട്ടുകാർ അക്രമിയെ പിടികൂടി പോലീസിന് കൈമാറി. വടകര സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. കലൂരിലെ ഒരു കടയിൽ ജീവനക്കാരനാണ് ഇയാൾ. CPIM-നോടുള്ള വിരോധം മൂലമാണ് താനിത് ചെയ്തതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. എന്നാൽ പോലീസ് പൂർണ്ണമായി ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. വടകര സ്വദേശിയാണെന്നേ അറിയാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, അയാളുടെ ഈ ഇത് സംബന്ധിച്ചുള്ള കൃത്യത്തിനുള്ള പ്രേരകമായിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിന്റെ പിന്നിലുള്ള വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. വെട്ടേറ്റ ഗോപിനാഥിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലും ആശങ്കപ്പെടാനില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. ഇപ്പോൾ അപകടനിലയല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും ഒരു വധശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കഴുത്തിൽ അങ്ങനെ ഒരു കുത്തുവരേണ്ട സാധ്യതയില്ല. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ആസൂത്രിതമായൊരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഒരു സമരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മറ്റൊരു പരിപാടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. പാളയം മാർക്കറ്റിൽ നിന്നാണ് കത്തി വാങ്ങിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു CPIM നേതാവിനെ വധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. KN ഗോപിനാഥിന് വെട്ടേറ്റ സംഭവം അങ്ങേയറ്റം നിർഭാഗ്യകരമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും എളമരം കരീം പറഞ്ഞു. CITU സംസ്ഥാന സെക്രട്ടറിയും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ KN ഗോപിനാഥിനെ ഇന്ന് കാലത്ത് ഒരക്രമി ഒരു സമരകേന്ദ്രത്തിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവം അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നതാണ്. യൂബർ ടാക്സി പ്രചരിപ്പിക്കുന്ന പ്രശ്നം ടാക്സി തൊഴിലാളികൾക്കിടയിൽ വലിയ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നു എന്ന പ്രശ്നമുയർത്തി എറണാകുളം നഗരത്തിലെ ടാക്സി തൊഴിലാളികൾ നടത്തിയ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
ആരാണ് ഈ അക്രമിയുടെ പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോപിനാഥിന് നേരെ നടന്ന നിഷ്ഠൂരമായ ഈ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ സംസ്ഥാനത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളോടും തൊഴിലാളികളോടും അഭ്യർത്ഥിക്കുന്നു.